ആത്യന്തികമായിട്ട് രണ്ടും ഒന്നാണ് എന്ന് ഭഗവാൻ കാണിച്ചു കൊടുത്തതാണ്. അത് കാളി ആത്യന്തികമായിട്ട് ഇരിക്കുന്നത് ക്ഷേത്രത്തിലല്ല, ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട, നമുക്ക് പറയാം ക്ഷേത്രമാണ്. പക്ഷെ കാളി ഇരിക്കുന്നത് എപ്പോഴും കൃഷ്ണനും ഏറ്റവും വലിയ ദേവീഭക്തനായിരുന്നു. അദ്ദേഹം ശരീരമെടുത്ത് ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് അതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. ഭഗവാന്റെ രണ്ട് കുലങ്ങൾ എന്ന് വെച്ചാൽ യശോദാമ്മയുടെയും നന്ദഗോപരുടെയും മകനായിട്ട് ഭഗവാൻ കഴിയുമ്പോഴും ദേവകീ ദേവിയുടെയും വസുദേവരുടെയും ഭഗവാൻ കഴിയുന്നവരും അവരുടെ മകനായിട്ട് ഭഗവാൻ ദ്വാരകയിൽ കഴിയുമ്പോഴും രണ്ട് സമയത്തും ഭഗവാന്റെ പരദേവതയായിട്ടുണ്ടായിരുന്നത് വേറെ ആരുമല്ല, സാക്ഷാൽ കാളിയാണ്. ഭഗവാൻ ഉണ്ടാക്കിയ കാളിയുടെ അമ്പലം ഇന്നും ഉണ്ട്. ഹരസിദ്ധി എന്നാണ് വിളിക്കുക. കാളിയെ പ്രതിഷ്ഠിച്ചതാണ് കൃഷ്ണൻ. ഭഗവതിയും ഭഗവാനും തമ്മിൽ ഭേദഭാവം ഇല്ല എന്ന് പറയാം. കൃഷ്ണൻ തന്നെയാണ് അത്ര കാളി, കാളി തന്നെയാണ് അത്ര കൃഷ്ണൻ. രണ്ടുപേരുടെ നിറം ഒരേ നിറമാണ്. ഒരാളെ വിളിക്കുക ശ്യാം എന്നാണ്, ശ്യാമസുന്ദരൻ എന്നാ വിളിക്കുക. ആരെ? ഗുരുവായൂരപ്പനെ. അമ്മയെ വിളിക്കുക ശ്യാമ എന്നാ വിളിക്കുക. ശ്യാമ എന്ന് പറഞ്ഞാൽ കാളി. കൃഷ്ണൻ എന്നുള്ള പദത്തിനും കറുപ്പ് നിറത്തുണ്ട്, കാളി എന്നുള്ള പദത്തിനും കറുപ്പ് നിറത്തുണ്ട്. രണ്ടും ഒന്നാണ് എന്നാണ് ആത്യന്തികമായിട്ട് പറഞ്ഞു വെക്കുന്നത്. ഒരു രസകരമായിട്ടുള്ള കഥ പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് വൈഷ്ണവ് വായിച്ചു തരും. രാത്രി രാധാദേവി ഭഗവാനെ കാണാൻ പോയ ഒരു നാടോടി കഥ വൃന്ദാവനത്തിൽ പറയാറുണ്ട്. എല്ലാ ദിവസവും രാത്രി രാധാദേവി ഭഗവാനെ കാണാനായിട്ട് ഭഗവാന്റെ അടുത്തേക്ക് പോകുത്രേ. ഇപ്പൊ രാധാദേവിയുടെ ഫാമിലി മെമ്പേഴ്സിന് ഒരു ഇഷ്ടക്കേട്, എല്ലാ ദിവസവും രാത്രി ഇറങ്ങിപ്പോകുന്നത്. ആരെയോ കാണാൻ ഇവള് പോകുന്നുണ്ട്, പക്ഷെ ആരാണെന്ന് അറിയണില്ല. ഒരു ദിവസം ദേവിയുടെ ഒരു ബന്ധു തീരുമാനിച്ചു എന്നാണ് ഇവളുടെ പുറകിൽ പോയിട്ട് ഇവൾ ആരെയാണ് രാത്രി കാണുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കും. അയാള് ദേവി എണീച്ചു ഇരിക്കുകയാണ്. രാത്രി ആയപ്പോ ഒരു സമയമായപ്പോ ദേവി എണീക്കുന്നത് കണ്ടു, ഫ്രഷ് ആവണത് കണ്ടു, നല്ല വസ്ത്രം കൊടുക്കുന്നത് കണ്ടു, മേക്കപ്പ് ചെയ്യണത് കണ്ടു, ഏറ്റവും സുന്ദരിയായിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോണ കണ്ടു. ഇയാൾ കരുതി ഇപ്പൊ പോയാൽ ആരാന്നുള്ളത് പിടിക്കാം. പക്ഷെ ദേവി കുറച്ച് ഫ്രണ്ടിലെത്തിയിരുന്നു. ദേവി പോയ വഴി പുറകിൽ പോകാൻ തുടങ്ങി. കുറച്ചങ്ങോട്ട് ചെന്ന സമയത്ത് ദേവി ഭഗവാന്റെ അടുത്ത് ആദ്യം എത്തി, കൃഷ്ണനെടുത്ത്. അപ്പൊ ദേവിയെ കണ്ട ഉടനെ ഭഗവാൻ പറഞ്ഞു തന്നെ, രാധ എനിക്ക് കുറച്ച് ചെമ്പരത്തി പൂക്കൾ കൊണ്ടൊരു മാല ഉണ്ടാക്കി തന്ന സന്തോഷമായിരുന്നു. അതുകൊണ്ട് നല്ല ചുവന്ന പൂക്കൾ അറുത്ത് എനിക്കൊരു മാല ഉണ്ടാക്കി തരൂ ചോദിച്ചു തന്നെ ഭഗവാൻ. കൃഷ്ണൻ എന്ത് പറഞ്ഞാലും അത്രയധികം താല്പര്യമാണ് ദേവിക്ക്. ദേവി വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ച് പൂക്കൾ അറക്കാൻ വേണ്ടി പോയി എന്നാണ്. ഈ സമയത്താണ് ഈ പുറകിൽ പോയ ബന്ധു ഇവിടേക്ക് വരുന്നത്. ദേവി കാട്ടിലേക്ക് കയറി പോകുന്ന അയാൾ കണ്ടു. തിരിച്ചു വരുമ്പോ ഇവളുടെ മുമ്പിലേക്ക് ചാടാം, അപ്പൊ ഇവളുടെ കൂടെ ആരാളതെന്ന് അറിയാം, കൈയോടെ പിടിക്കാം എന്ന് കരുതി അദ്ദേഹം അവിടെ ഒരു കുറ്റിക്കാട്ടില് ഒളിച്ചിരുന്നു അത്രേ. കുറച്ച് സമയം കഴിഞ്ഞപ്പോ ദേവി മനോഹരമായിട്ടുള്ളൊരു ചെമ്പരത്തിയുടെ മാല കൊണ്ട് വരുന്നത് അദ്ദേഹം കണ്ടു. തന്റെ അടുത്ത് രാധാദേവി എത്തിയില്ല എന്നുള്ള സമയമായപ്പോ അദ്ദേഹം മുമ്പിലേക്ക് ചാടിയിട്ട് ഈ കയ്യിലുള്ള മാല ഇങ്ങോട്ട് പിടിച്ചു വാങ്ങിയിട്ട് ആർക്ക് കൊടുക്കാനാടി ഇത് എന്ന് പറഞ്ഞ് കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിത്ര. പിടിച്ചു വാങ്ങി അദ്ദേഹം തിരിയുന്ന സമയത്ത് അദ്ദേഹം കണ്ടത് പണ്ട് കുറച്ചു നേരം മുമ്പ് ഭഗവാൻ ഇരുന്ന സ്ഥലത്ത് ഒരു കാളീദേവിയുടെ വിഗ്രഹം കണ്ടു. അയാൾ നോക്കിയപ്പോ കാളീദേവിക്ക് ചെമ്പരത്തിമാല കെട്ടിക്കൊണ്ടുവരുന്ന രാധയാണ് അയാൾ കണ്ടത്. ഉടനെ കാലിൽ വീണ് നമസ്കരിച്ച് പറഞ്ഞു, നമ്മുടെ കുലദേവതയ്ക്ക് മാല കെട്ടാനാണ് ഈ രാത്രി വരുന്നതൊക്കെ പറഞ്ഞാൽ പോരെ, ഞങ്ങൾ വരുമായിരുന്നല്ലോ, എന്തെങ്കിലും തരത്തിൽ ഞാൻ സംശയിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേന്ന് പറഞ്ഞ് കാലിൽ മാപ്പ് പറഞ്ഞിട്ട് എണീറ്റ് പോയി. ദേവി തിരിച്ച് വീണ്ടും ഭഗവാൻ ഇരുന്ന ഭാഗത്തേക്ക് നോക്കിയപ്പോൾ അവിടെ ഭഗവതി കണ്ടത് കാളിയല്ല കൃഷ്ണയാണെന്നാണ്. ആത്യന്തികമായിട്ട് രണ്ടും ഒന്നാണ് എന്ന് ഭഗവാൻ കാണിച്ചു കൊടുത്തതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഗുരുവായൂർ പോകാൻ പറ്റിയില്ലെങ്കിലും ഗോരവന്നത്ത് പോയാൽ മതി എന്ന് ഞാൻ പറയും. ഗുരുവായൂരപ്പൻ തന്നെയാണ് ആ ഇരിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ സമയത്തും ചിരിച്ചുകൊണ്ടും കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളല്ല ഭഗവാൻ. പ്രസിദ്ധമായൊരു കോട്ടിങ് ഒരു മഹാത്മാവ് പണ്ട് പറഞ്ഞിട്ടുണ്ട്, നരസിംഹസ്വാമി ഒരാളെ കൊന്നിട്ടുള്ളൂ, കൃഷ്ണൻ കൊന്ന ആൾക്കാർക്ക് കണക്കില്ല. അക്ഷൗഹിണികൾ പോലും ഒറ്റയ്ക്ക് തീർത്ത ആളാണ്. അമ്മയുടെ അതേ സ്വഭാവമുള്ള ആളാണ്. യുദ്ധത്തിന് പുറപ്പെട്ടു കഴിഞ്ഞാൽ കാളിയും കൃഷ്ണനും ഒരേപോലെയാണ്. സർവ്വതും നശിപ്പിച്ചേ തിരിച്ചു പോരും. രണ്ടുപേർക്കും പെട്ടെന്ന് ദേഷ്യം വരില്ല. ദേഷ്യം വന്നു കഴിഞ്ഞാൽ അതിന്റെ പരകോടി യാത്ര വരിക.
ആ ഭഗവതിക്ക് രാധാദേവിയെ പോലും ആത്യന്തികമായി കാളിയായിട്ട് കാണുന്ന പാരമ്പര്യങ്ങളുണ്ട്. എങ്ങനെയൊക്കെ നോക്കിയാലും നമ്മുടെ അമ്പലമായിട്ട് കണക്കിടാം. രാധ ആണോ കൃഷ്ണനാണോ കാളി എന്നുള്ള സങ്കല്പമൊക്കെ മാറ്റിവെച്ച് ഇതൊക്കെ ആത്യന്തികമായിട്ട് അമ്മ തന്നെയാണ് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുക. അപ്പൊ നിങ്ങൾക്ക് തോന്നില്ല എന്തിനു രാധയെ കൃഷ്ണൻ ഉപേക്ഷിച്ചു എന്നുള്ള സെന്റിമെന്റ്സ് ഒന്നും പിന്നെ ഉണ്ടാവില്ല. ഇതൊക്കെ ആരാന്ന് മനസ്സിലാക്കിയത്. അങ്ങനെയുള്ള ആ രാധാദേവിയെ ഗുരുവായൂരപ്പനെ ഭദ്രകാളി ഭാവത്തിൽ കണ്ടു. നോക്കൂ, ഭഗവാൻ പോലും ഏറ്റവും വലിയ കാളി ഉപാസകനാണ് ഇന്നും. ഗുരുവായൂർ പോലും ഗുരുവായൂരപ്പൻ ബഹുമാനിക്കുന്ന ഗുരുവായൂരപ്പന്റെ ആരാധ്യ ദേവതയാണ് നിങ്ങൾ പോയി തൊഴുന്ന വടക്ക് ഭാഗത്തുള്ള എടത്തരികത്ത് കാവ് ഭഗവതി. ഗുരുവായൂർ മുമ്പ് പോയി തൊഴാറില്ലേ? അറ്റത്ത് ആ പ്രസാദമൊക്കെ വാങ്ങി നമ്മളൊരു വാതിലിന്റെ ഇടയിൽ കൂടെ പോയി തൊഴാറില്ലേ? അത് ഗുരുവായൂരപ്പന്റെ പരദേവതയാണ്, ഭദ്രകാളിയാണ്. അയമ്മയുടെ പണി എന്താ നിങ്ങൾക്ക് അപ്പം അടച്ചു കാണും. എങ്കിലും കുറച്ചു നേരം മുമ്പ് രാത്രി ആയി കഴിഞ്ഞാൽ തീ തിന്നല പണി. തീ എടുത്ത് കഴിക്കുക. 30 രൂപയ്ക്ക് ഗുരുവായൂർ ദേവസ്വം കൗണ്ടറിൽ നിങ്ങൾ ഷീട്ടാക്കുന്ന ഒരു വഴിപാടുണ്ട്. അഴൽ എന്നാണ് അതിന്റെ പേര്. കഴിച്ചിട്ടില്ലേ? അല്ലെങ്കിൽ വരുമ്പോ നോക്കുക, അഴൽ വഴിപാട്. അഴൽ വഴിപാടിന് നിങ്ങൾ വിചാരിക്കുന്നത് നേദിക്കുന്നത് പായസവും പഴവും അവിലൊന്നല്ല, തീ കത്തിച്ചിട്ട് കഴിക്കാൻ പറയും ഭഗവതി. നമ്മൾ ഭഗവതിയോട് പ്രാർത്ഥിക്കുക, തീ തീറ്റിക്കല്ലേ ഭഗവതിയെ എന്ന് പ്രാർത്ഥിച്ചിട്ട് അമ്മയ്ക്ക് കഴിക്കാൻ തീ കൊടുക്കുന്നു. അഗ്നി ഭക്ഷിക്കുന്ന ഭദ്രകാളിയാണ് ഗുരുവായൂർ എടത്തിരികത്തുകാവ് ഭഗവതി. നമ്മുടെ ദുഃഖങ്ങളെ, അഴൽ എന്നുള്ള വാക്കിന് ദുഃഖം നടത്തുന്നുണ്ട്. തന്റെ മക്കളുടെ ദുഃഖങ്ങളെ അഗ്നിയാക്കി സ്വയം ഭക്ഷിച്ച് എന്റെ ഉള്ളിൽ കത്തിപ്പോയാലും എന്റെ മക്കൾ സന്തോഷമായിട്ടിരുന്നാൽ മതി എന്ന് കരുതുന്ന അമ്മയാണ് നിങ്ങൾ ഗൗരവം പോയി തൊഴുന്നത്. ആ അമ്മ തന്നെയാണ് ഗുരുവായൂരപ്പൻ. ഇപ്പൊ കഴിഞ്ഞുള്ള ഗുരുവായൂർ ഉത്സവം എത്ര പേര് വന്നിരുന്നു? ഇവിടുന്ന് ആരെങ്കിലും വന്നിരുന്നോ? കൈ പൊക്കാൻ പറയും. എത്ര പേര് ഗുരുവായൂർ ഉത്സവത്തിന് വന്നു? ഇവിടുന്ന് കുറവാണ്. കുഴപ്പമില്ല. ഗുരുവായൂരപ്പന് വർഷത്തിൽ ഒരു ഉത്സവമേ ഉള്ളൂ. കുംഭമാസത്തില് പൂയം നക്ഷത്രം കൊടിയേറ്റായിട്ട് വരുന്ന 10 ദിവസമാണ് ഗുരുവായൂർ ഉത്സവം. അടുത്ത കൊല്ലം എല്ലാവരും വരിക. കുതിരപ്പുഴുക്കും കഞ്ഞിയൊക്കെ കുടിക്കാം നമുക്ക് ഹാപ്പി ആയിട്ട്. എന്നാൽ ഗുരുവായൂർ അമ്പലത്തിലെ ഗുരുവായൂരപ്പന്റെ പരദേവതയായിട്ടുള്ള എടത്തിരികത്തുകാവ് ഭഗവതിക്ക് വർഷത്തിൽ 2 ഉത്സവം ഉണ്ട്. 2 താലപ്പൊലി. ഒന്ന് പിള്ളേര് താലപ്പൊലി. ആര് നടത്തുന്നത്? ഗുരുവായൂർ പ്രദേശത്തുള്ള ആൾക്കാർ നടത്തുന്ന താലപ്പൊലിയാണ് പിള്ളേര് താലപ്പൊലി. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ഇൻസ്റ്റാഗ്രാമിൽ ഇതിന്റെ വീഡിയോ ഒക്കെ ഉണ്ടാവും. ഒരു വെളിച്ചപ്പാട് ഈ പറയുന്ന ഇങ്ങനെ കുങ്കുമവും മഞ്ഞളൊക്കെ എടുത്ത് തലയിൽ കൂടെ കൊട്ടുന്നത് കണ്ടില്ലേ? അതാണ് താലപ്പൊലി. അത് പിള്ളേര് താലപ്പൊലിയായിട്ട് ആദ്യം നടക്കും. 1 മാസം കഴിഞ്ഞ് ഇതേ കാര്യങ്ങൾ ഒരാർഭാടവും കുറയ്ക്കാണ്ട് വീണ്ടും നടത്തും. അത് ആര് നടത്തുന്നതാ? അത് ഗുരുവായൂരപ്പൻ നടത്തുന്നതാ. നാട്ടുകാർ നടത്തുക നടത്താതിരിക്കുന്നൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. എന്റെ നാട്ടിലെ ഭഗവതിക്ക് എന്റെ വക പ്രത്യേകം താലപ്പൊലി ഉണ്ടാവണമെന്ന് ഭഗവാൻ നിർബന്ധമാണ്. അതാണ് ദേവസ്വം വക താലപ്പൊലി എന്ന് പറഞ്ഞാൽ 2ാമത് വീണ്ടും നടത്തും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴെപ്പോഴും പറയുന്നത്, സ്വന്തം നാട്ടിലെ അമ്പലത്തെ പൊന്നുപോലെ സൂക്ഷിക്കുക. സ്വന്തം നാട്ടിലെ അമ്പലത്തെ ഉയർത്തുക. സ്വന്തം നാട്ടിലെ അമ്പലത്തെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുക. ഗുരുവായൂരപ്പൻ സന്തോഷ് അനുഗ്രഹിക്കും അത് ചെയ്യുന്ന ആൾക്കാരെ. സ്വന്തം നാട്ടിലെ അമ്പലത്തെ മറന്നുകൊണ്ട് ഭഗവാനെ കാണാൻ ഓടിച്ചെന്ന് കഴിഞ്ഞാൽ ഭഗവാൻ തിരിഞ്ഞിരിക്കും. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. നമ്മുടെ പൈതൃകത്തെ, നമ്മുടെ കാരണവന്മാർ നമുക്ക് നിന്നുള്ള അമൂല്യങ്ങളായിട്ടുള്ള നിധികളെ, സ്വന്തം നാട്ടിലുള്ളവയെ, അത് ചിലപ്പോൾ ഇതേപോലത്തെ ക്ഷേത്രം പോലും ഉണ്ടായിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ ഒരു ആൽത്തറയായിരിക്കും, ചിലപ്പോൾ ഒരു കൽവിളക്കുള്ള ഒരു ശിലയായിരിക്കും. അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭൂലോക വൈകുണ്ഠം എന്നുള്ള ബോധ്യം നമുക്കും ഉണ്ടാവണം. നമുക്ക് ശേഷം വരുന്ന തലമുറയ്ക്ക് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റണം. ഇന്ന് ആർട്ടിഫിഷ്യലായിട്ട് കാവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഉള്ള കാവിനെ നിലനിർത്താൻ വരുന്ന തലമുറയെ പഠിപ്പിക്കുക. കാളി ആത്യന്തികമായിട്ട് ഇരിക്കുന്നത് ക്ഷേത്രത്തിലല്ല. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. നമുക്ക് പറയാം ക്ഷേത്രമാണ്, പക്ഷെ കാളി ഇരിക്കുന്നത് എപ്പോഴും കാവിലാണ്. കാളിയുടെ കാവുകളാണ്, കാളിയുടെ ക്ഷേത്രമല്ല. അയ്യപ്പന്റെ കാവുകളാണ്, അയ്യപ്പന്റെ ക്ഷേത്രമല്ല. ഹനുമാന്റെ കാവുകളാണ്, ഹനുമാന്റെ ക്ഷേത്രമില്ല. നാഗങ്ങളുടെ കാവാണ്, നാഗങ്ങൾക്കും ക്ഷേത്രമില്ല. യക്ഷിയമ്മയ്ക്ക് കാവാണ്, യക്ഷിയമ്മയ്ക്കും ക്ഷേത്രമില്ല. ഗന്ധർവന് കാവാണ്, ഗന്ധർവനും ക്ഷേത്രമില്ല. കാവ് നമ്മുടെ അടിസ്ഥാനമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ഷേത്രം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ അഭിമാനബോധം കൂടുകയും കാവ് എന്ന് പറയുമ്പോൾ അതെന്തോ ചെറുതാണെന്നുള്ള ധാരണ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ദയവായിട്ട് അതെടുത്ത് മാറ്റാം. നമുക്ക് ആത്യന്തികമായിട്ട് ഉണ്ടായിരുന്നത് കാവുകളാണ്. ഉള്ള കാവുകളെ നിലനിർത്തിയാൽ മതി.
ദയവായിട്ട് കാവൊക്കെ വെട്ടിത്തെറിച്ചിട്ട് മേൽക്കൂര ഉണ്ടാക്കി കൊടുത്തിട്ട് ഒരു അഷ്ടബന്ധം നടത്തി അമ്മ ഹാപ്പി ആയിട്ടിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ വിഗ്രഹം ഉണ്ടാവും, അമ്മ ഉണ്ടാവില്ല.